What's up, Chelsea fans, football fans? Welcome back to Chelsea Karan Channel. നമ്മൾ മുഹമ്മദ് കുഡൂസിന്റെ പോണു ഇനിയും മറ്റേ കിറ്റിക്കനെ ഇപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്. ഗർണാച്ചോന് ഇൻട്രസ്റ്റഡ് ആണ്. നമുക്ക് 9 അറ്റാക്കിംഗ് പ്ലേയേഴ്സ് വേണം. ഇവന്മാരെയൊക്കെ സൈൻ ചെയ്തപ്പോ നമ്മൾ എങ്ങോട്ടാ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ജേമി ഗിറ്റൻസ് ആൻഡ് ജോവോ പെഡ്രോ മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് 1v1 വിങ്ങർ സ്പെഷ്യലിസ്റ്റ് ഇല്ല. ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര ഒരു എന്താ പറയണേ ക്ഷാമമുള്ള ഒരു ഏരിയ ആയിരുന്നു റൈറ്റ് ഫുട്ടഡ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറിൽ. എങ്ങാനും ജെയ്മി ഗിറ്റൻസിന് പകരം അവിടെ വേഴ്സറ്റൈൽ ആയിട്ട് വേറൊരു ഫോർവേഡ് കളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജോവോ പെഡ്രോ ഉണ്ട്. ജോവോ പെഡ്രോ ക്യാൻ പ്ലേ ഒരു വിങ്ങർ ആയിട്ട് കളിക്കാം, ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കളിക്കാം, അഥവാ ഒരു നമ്പർ 10 സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ 10 ഒരു സെക്കൻഡ് സ്ട്രൈക്കർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഹാഫ് സ്പേസിൽ കളിക്കാം. ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഹെഡ് ക്രാഷ് ചെയ്യാം. കൊള്ളാം. രണ്ട് സൈനിങ്സ് മേക്ക് സെൻസ്. ഫോർവേഡ് ലൈനപ്പ് ഡെലാബ്, ജാക്സൺ, ജോവോ പെഡ്രോ, ജേമി ഗിറ്റൻസ്, കോൾ പാൽമർ, എസ്താവോ വില്യൻ, പെഡ്രോ നെറ്റോ, നോണി മാഡോക്കെ. ഫെയർ എനഫ്. നോണി മാഡോക്കിനെ വിൽക്കാൻ പോകണു. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അത് പോരാണ്ട് നൗ മുഹമ്മദ് കുഡൂസിന്റെ പുറകിൽ 70 ബില്യൺ അവന്റെ പുറകിൽ നമ്മൾ ചെലവഴിക്കാൻ വേണ്ടി പോകണം. ലൈക്ക് വാട്ട്? ഇവരെ സൈൻ ചെയ്തിട്ട് ഇവരൊക്കെ എത്ര റെഗുലർ ആയിട്ട് നമ്മൾ കളിപ്പിക്കും? എവിടെയായിട്ട് കളിപ്പിക്കും? കുറച്ച് കഴിയുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫാൻസ് തന്നെ തുടങ്ങും, ഇവനെ സൈൻ ചെയ്തിട്ട് നമ്മൾ കളിപ്പിച്ചില്ല. സാന്റോസിനെ തന്നെ സൈൻ ചെയ്തിട്ട് കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ ഫാൻസ് കളിപ്പായി കിടക്കുകയാണ്. സാന്റോസ് ആ കൂടെ വന്നിട്ട് 2 ദിവസമായിട്ടില്ല, അപ്പൊ തന്നെ അവനെ ഇറക്കി കളിപ്പിക്കണം. അപ്പൊ തന്നെ ഫാൻസ് കളിപ്പായിട്ടിരിക്കണം. എന്നിട്ട് ഇത്രയും പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തിട്ട് നമ്മൾ കളിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ കിടന്ന് ഒച്ചമ്പഹളം ഉണ്ടാക്കും. സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും കമോൺ എല്ലാവരും സൈൻ ചെയ്തെന്നുള്ളത്. ഇവരൊക്കെ എവിടെയിട്ട് കളിപ്പിക്കും? എത്ര ഗ്യാപ്പ് ഉണ്ട് കളിക്കാനായിട്ട്? നോ ഐഡിയ എന്ന് പറഞ്ഞാൽ നോ ഐഡിയ. കാരണം എങ്ങനെ നോക്കിയാലും അവസാനം ഫുട്ബോളിൽ 11 പ്ലേയേഴ്സിനെ കളിക്കാൻ പറ്റുള്ളൂ. ഒരു ഗോൾ കീപ്പർ ഉണ്ട്, ബാക്കി 10 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ്. അപ്പൊ എൻസോ മറസ്ക സിസ്റ്റം 4-2-3-1, 1-2-3-4, 7-6-8, 5-4-3, 1-2-3, 8-9, 10 ചെയ്താലും അവസാനം 10 പ്ലേയേഴ്സ് ഉണ്ട് പിച്ചിൽ. ആൻഡ് എൻസോ മറസ്കയുടെ സിസ്റ്റത്തിൽ 5 ഡിഫെൻഡിങ്, 5 അറ്റാക്കിങ്. ആ 5 ഡിഫെൻഡിങ്ങിൽ മിഡ്ഫീൽഡേഴ്സും ഡിഫൻസും, 5 അറ്റാക്കിങ്ങിൽ ഒന്നില്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഒരു ഫുൾ ബാക്ക് ആയ റീസ് ജെയിംസ് ആവാം, കുക്കുറേ ആവാം, അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല ഒരു നമ്പർ 8 ആയ എൻസോ ഫെർണാണ്ടസ് ആവാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫൈൽ ആ കൂടെ ബാക്കി 4 പേരേ ഉള്ളൂ. കാരണം ബാക്ക് 3 മാത്രം വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു ഒരാൾ ഓടി വരണം. അപ്പൊ ഒരു ഫുൾ ബാക്ക് എന്തായാലും വേണം ആ സമയത്ത്. അപ്പൊ ഈ ഫ്രണ്ട് 4-ൽ കളിക്കാൻ വേണ്ടിയിട്ട് 9 അറ്റാക്കേഴ്സ് എവിടെയിട്ട് കളിപ്പിക്കാനാണ്? എത്ര നേരിട്ട് കളിപ്പിക്കാനാണ്? ആരൊക്കെയിട്ട് കളിപ്പിക്കാനാണ്? നോ ഐഡിയ. ആൻഡ് ഫാൻസ് എന്താ പറയണത്? നമുക്ക് വ്യത്യസ്തകരമായിട്ടുള്ള ഒരു അറ്റാക്ക് കിട്ടും. നമുക്ക് ഇവിടുന്ന് ജോവോ പെഡ്രോനെ മാറ്റാം, ജേമി ഗിറ്റൻസിനെ മാറ്റാം, അപ്പുറത്തുനിന്ന് ഡെലാപ്പ് അപ്പുറം. ഇവരൊക്കെ ഒരുമിച്ച് കളിച്ച് ലിങ്കപ്പ് ഒക്കെ ചെയ്യാൻ സമയം വേണം. ഇവർക്ക് മനസ്സിലാക്കാൻ, ഇവരുടെ ശൈലി മനസ്സിലാക്കാൻ സമയം വേണം. ഡെലാപ്പ് സെക്കൻഡ് ഗെയിമിൽ തന്നെ കളിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ലിങ്കപ്പ് ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട് എന്നുള്ളൊരു കാര്യം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ജേമി ഗിറ്റൻസും ജോവോ പെഡ്രോബും ഡെലാപ്പും കോൾ പാൽമറും നോണി മാഡോക്കെയും പെഡ്രോ നെറ്റോ ഒരുമിച്ച് കളിക്കുന്നതിനുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇത് ഫിഫ അല്ല. നമ്മൾ 2 പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ റിമോട്ട് കൺട്രോളിൽ ഇട്ട് കളിക്കുന്ന സാധനമല്ല. മനുഷ്യരാണ്. അവർക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും സമയം വേണം. ആ ലിങ്കപ്പ് ഡെവലപ്പ് ചെയ്യാൻ സമയം വേണം. ശൈലി മനസ്സിലാക്കാൻ സമയം വേണം. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ സമയം വേണം. ചില പ്ലേയേഴ്സ് ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ക്ലിക്ക് ആവും, ഭയങ്കരമായിട്ട് ക്ലിക്കായി കളയും. പിന്നെ ആ ഒരു ലിങ്കപ്പ് അടിപൊളിയാണ്. സാല, മാനെ, ഫെർമിനോ, ദാറ്റ് ബിക്കേം എന്താ പറയുക, ഒരു റെവല്യൂഷണറി ഫ്രണ്ട് 3. സുവാരസ്, മെസ്സി, റൊണാൾഡോ, ബെൻസിമ, ബേൽ, റൊണാൾഡോ, സുവാരസ്, മെസ്സി, റൊണാൾഡോ, സുവാരസ്, മെസ്സി, നെയ്മാർ, ഇങ്ങനത്തെ ചില ലിങ്കപ്പ് ഉണ്ട്. നമുക്ക് അത്രയും പേര് മതി. നമുക്ക് 3-4 അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ടോപ്പ് ക്വാളിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ആർ സെറ്റ്. ഓൾറെഡി ഐ തിങ്ക് വി ആർ ഓവർലോഡഡ്. അപ്പൊ ടൈറിക് ജോർജിനെ നമ്മൾ ലോണി വിടാൻ പോകണമെന്ന് പറയുന്നത് കേൾക്കുന്നു. അത് വേറൊരു വീഡിയോയിൽ പറയാം. നോണി മാഡോക്കിനെ വിറ്റ് കഴിഞ്ഞാൽ ഫെയർ. നോണി മാഡോക്കിനെ വിറ്റ് കഴിഞ്ഞാൽ ഐ തിങ്ക് വി ആർ വെൽ ബാലൻസ്ഡ്. കാരണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് എസ്താവോ വില്യൻ, പെഡ്രോ നെറ്റോ, കോൾ പാൽമർ, 3 പേര് ലെഫ്റ്റ് ഫുട്ടഡ്. ഇപ്പുറത്ത് ജേമി ഗിറ്റൻസ് ആൻഡ് ജോവോ പെഡ്രോ, ജാക്സൺ, ഡെലാപ്പ്. സോളിഡ് ലൈനപ്പ്. പിന്നെ നമ്മൾ പറയണത് നമുക്ക് 60 ഗെയിം ഉണ്ട്, 70 ഗെയിം ഉണ്ട്. അതുകൊണ്ട് ഈ 60-70 ഗെയിം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 38 മത്സരങ്ങൾ പ്രീമിയർ ലീഗാണ്. ആൻഡ് പിന്നെ ചാമ്പ്യൻസ് ലീഗ്. ആ പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീം തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നത്. ഈ 2 ടൂർണമെന്റ് ആണ് എല്ലാ ക്ലബ്ബുകളും സീരീസ് ഇറങ്ങുന്നത്. ഈ FA കപ്പും കാർബാവോ കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കളികളേ ഉള്ളൂ. ഇതിലൊരു 10-25 കളിയൊന്നുമില്ല. അപ്പൊ 38 മത്സരങ്ങൾ പ്ലസ് ചാമ്പ്യൻസ് ലീഗ് പ്ലസ് കാർബാവോ കപ്പ് ആൻഡ് FA കപ്പ്. അതിൽ കിട്ടുന്ന കുറച്ച് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല. സോ എന്നെ സംബന്ധിച്ച് മുഹമ്മദ് കുഡൂസ് സൈനിങ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഇപ്പോഴും കിറ്റിക്കയുടെ അല്ലെങ്കിൽ ഗർണാച്ചോന്റെ പുറകിൽ പോകുന്നത്
എനിക്കത് തന്നെ മനസ്സിലാവില്ല. മലിക് ഫൊഫാനയുടെ പുറകെ പോകണമെന്ന് നമ്മൾ കേൾക്കുന്നു, അതും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഇപ്പോഴും ഓൾറെഡി ഓവർലോഡാണ്. ആ ഓവർലോഡ് കുറയ്ക്കാണ്ട് കുറച്ചിട്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ നോണി മാഡ്യൂക്കിനെ വിറ്റാൽ പോലും നമ്മൾ സ്റ്റിൽ വി ആർ ടൈറ്റ്ലി പാക്ഡ്. നോണി മാഡ്യൂക്കിനെ വിട്ട് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ബാലൻസ് ഞാൻ പറഞ്ഞതുപോലെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. ഇത് എവിടെ കൊണ്ടേ കളിപ്പിക്കുന്നത് ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. നമുക്ക് ആവശ്യമുള്ള ഒരു ഗോൾ കീപ്പർ ആൻഡ് സെന്റർ ബാക്ക് ആണ്. സാഞ്ചസിനെ ആദ്യം വിട്ടിട്ട് ഒരു ഗോൾ കീപ്പറിനെ കൊണ്ടുപോവാ, ആൻഡ് ദെൻ ഒരു പ്രോപ്പർ പാർട്ട്ണർഷിപ്പ് വിത്ത് ലിവായ് കോൾവെൽ. ഇപ്പൊ മാമുഡു സാർ, ആൻസൽമീനിയോ, അല്ലെങ്കിൽ ട്രെവർ ചാലബ, ടോസൻ അല്ലെങ്കിൽ ഫൊഫാന, ഇവരൊന്നും ഫസ്റ്റ് ചോയ്സ് അല്ലെന്നുണ്ടെങ്കിൽ ദെൻ ഗിവ് എ പ്രോപ്പർ സെന്റർ ബാക്ക് ആൻഡ് ദെൻ ബാക്കി എല്ലാവരെയും കൊണ്ട് ലോണിൽ അല്ലെങ്കിൽ ഒഴിപ്പിച്ചോടും. ഇതാദ്യം ചെയ്യും. പിന്നെ ഒരു ലെഫ്റ്റ് ബാക്ക്, കുക്കുറേന്റെ ഒരു ബാക്കപ്പ്. ഇതൊന്നും ചെയ്യുന്നതിന് പകരം 9 അറ്റാക്കേഴ്സിനെ കൊണ്ടുവന്ന് വെക്കുന്നതിൽ എനിക്കൊരു അതിന്റെ പുറകിൽ ഒരു കൂട്ടൻസും എനിക്ക് മനസ്സിലാവുന്നില്ല. വരുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ നാളെ അവസാനം പണിയാവും. അവസാനം ഇതിനെ നമ്മൾ അവിയലും സാമ്പാറും കുഴച്ചിട്ടുണ്ടാക്കിയ ഒരു രൂപത്തിലായിട്ട് മാറാനൊരു സാധ്യത ഞാൻ ഇപ്പോഴേ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസിക്കാരൻ.